ഷുട്ടുമണീസ്. അപ്പൊ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നമ്മൾ കുറെ ആയല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പറയാനായിട്ട്. എന്റെ ചാനലും 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതിന്റെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, സന്തോഷം ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് ചാനൽ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർഡ്, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരാളാണ്. പക്ഷെ കുറച്ച് ട്രോൾ വീഡിയോസും കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടായാലും 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്റെ ചാനലില്. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്റെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഗീവ് അവേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സമയമില്ലാത്തത് കാരണമാണ് കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങൾക്കുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ ചെയ്യാൻ മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വിഷമമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇന്ന് ഗീവ് അവയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉള്ളതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഗീവ് അവയ്ക്ക് എന്തൊക്കെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോ ഈ ഗീവ് അവേയിൽ നിങ്ങൾ 2 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ഒരു ലക്കി വിന്നറിനാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് ഒരാളെ സെലക്ട് ചെയ്യുക. ഒരാളെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ലൈവില് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന, അതായത് ആ ഗീവ് അവേ വീഡിയോ ഇടുന്നതിന്റെ അന്ന് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെ 2 പേരായിരിക്കും നമ്മളെ ഗീവ് അവേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഈ ഗീവ് അവേയിൽ നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ 2 ക്യൂട്ട് ബാഗ് ആണ്. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ 2 ബാഗ് ആണ്. ഒരു പിൻട്രസ്റ്റ് ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് ബാഗ് ആണ്. ബ്ലാക്ക് ഉണ്ട്, ഒരെണ്ണം വൈറ്റും ആണ്. ഫ്രീ സൈസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള 2 ബാഗ് ആണ്. അപ്പൊ ഈ 2 ബാഗ് എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാക്കും, ഒരാൾക്കായിരിക്കും ഈ 2 ബാഗ് എന്നുള്ള. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി 2 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒരാൾക്ക് ഈ ഒരു ബാഗും ഒരാൾക്ക് ഈ ഒരു ബാഗും, അങ്ങനെ 2 വിന്നേഴ്സിനുള്ളതാണ് ഈ 2 ഐറ്റം. അപ്പൊ സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ അത് നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള 2 വാച്ച് ആണ് കേട്ടോ. റോസ് ഗോൾഡിൽ റോസ് ഗോൾഡിൽ വരുന്ന 2 വാച്ച് ആണ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അത്യാവശ്യം നല്ലൊരു ലുക്ക് വരുന്ന ഒരു വാച്ച് ആണ്. ഫോക്കസ് കണ്ടോ? ഈ ഒരു വാച്ച് ആണ്. റോസ് ഗോൾഡ് വരുന്ന സ്റ്റെയിൻലെസ് ആയിട്ടുള്ള വാച്ച് ആണ്. രണ്ടാമത്തെ വാച്ച് ഇതാണ്. ഒരു ചെയിൻ ലുക്കും കിട്ടും, അതുപോലെ തന്നെ വാച്ചിന്റെ ലുക്കും കിട്ടും. അത്യാവശ്യം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇടുമ്പം തന്നെ വളയെന്നും പറയാൻ പറ്റില്ല, ലൈക്ക് ബ്രേസ്ലെറ്റ് എന്നും പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ വാച്ച് എന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ഒരു, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോ ഈ 2 വാച്ചും 2 പേർക്കാണ്. ഒരു വിന്നറിന് ഇതും ഒരു വിന്നറിന് ഇതും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ്. എന്റെ യൂട്യൂബ് ലൈവിലും അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ട് ചോദിക്കുന്ന കാര്യമാണ് ലിപ്സ്റ്റിക് ഗീവ് അവേ ആയിട്ട് കൊടുക്കുമെന്നുള്ളത്. അപ്പൊ കൂടുതൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന അത്രയും കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവർക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക് ഞാൻ ഇങ്ങനെ കുറെ തേടി അവസാനം എനിക്ക് സാധനം കിട്ടി. ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പൊ അതേതാണ് ഐറ്റം എന്ന് നോക്കാം. ഇതാണ് ജസ്റ്റ് ഹെർബൽ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്. ഇതിൽ ഏകദേശം ഒരു 6 ഷെയ്ഡ് ഉണ്ട്. ഇതിൽ 6 ഷെയ്ഡ് ഉണ്ട്. ഇതില് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്, ന്യൂഡ് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ 4 ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു കോംബോയാണ് ഇതിൽ 2ലും വരുന്നത്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളുടെ റിക്വസ്റ്റ് മാനിച്ച് ഞാൻ വെച്ച ഐറ്റം ആണ് ഇത്. അപ്പൊ ഞാൻ ഗീവ് അവേ കൊടുക്കുന്ന സാധനം കൊണ്ട് ആർക്കും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവരുത് എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇത്രയും സെർച്ച് ചെയ്ത് വെക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഒരു ലിപ്സ്റ്റിക് വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് വലിയ ലിപ്സ്റ്റിക് തന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിലും 2 ബോക്സ് വരുന്നുണ്ട്. ഇതിൽ 6 ഷെയ്ഡും ഇതിൽ 6 ഷെയ്ഡും. ഇത് ഒരു വിന്നറിനും ഇത് ഒരു വിന്നറിനുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ചാം നെക്ലസ് ആണ്. ഒന്ന് ഇത്, ഒന്ന് ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ചെയിൻ. നെക്സ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈ പെൻഡന്റ് വരുന്ന ഒരു ചെയിൻ. പിന്നെ ഒരു യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു ചെയിൻ. ഇങ്ങനെ 4 ചെയിനാണ് ഞാൻ ഇതിൽ വച്ചിട്ടുള്ളത്. അപ്പോൾ 2 ചെയിൻ ഒരു വിന്നറിനും 2 ചെയിൻ വേറൊരു വിന്നറിനും, അങ്ങനെ
2 ചെയിൻ ആയിട്ടാണ് ഒരു വിന്നറിന് കൊടുക്കുന്നത്. ഇച്ചിരി ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ ഇതെന്താ ഫോക്കസ് ആവത്തെ, ഫോക്കസ് അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പിൻട്രസ്റ്റ് ലുക്കിൽ വരുന്ന ചെയിൻ ആണ് ഇത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു 4 ചെയിൻ കൂടെ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. 2 ഒരാൾക്കും 2 ഒരാൾക്കും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന കുറച്ച് സ്റ്റഡ്സ് കളക്ഷൻസ് ആണ്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഈ ഒരു ഫ്ലവർ സ്റ്റഡാ വരുന്നേ. സെക്കൻഡ് ഈ ഒരു ഹാർട്ട് സ്റ്റഡ്. തേർഡ് ഈ ഒരു ഫ്ലവർ ആണ് കേട്ടോ, മിനി ഫ്ലവർ സ്റ്റഡാ. ഇതും സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ സ്റ്റഡാ. നെക്സ്റ്റ് ഈ ഒരു ലീഫ് സ്റ്റഡ്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു റൗണ്ട് സ്റ്റഡ്. ഇത്രയും ഇയറിങ്സ് ആണ് ഞാൻ നെക്സ്റ്റ് വെച്ചിട്ടുള്ളത്. അത് 3 ഒരാൾക്ക് 3 വേറൊരാൾക്ക്. അപ്പൊ എന്താ പറയണേ, 3 ഒരാൾക്ക് 3 വേറൊരാൾക്ക്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഗീവ് അവേയില് വച്ചിട്ടുള്ളത്. മോസ്റ്റ്ലി എനിക്ക് ആദ്യം ഗീവ് അവേക്ക് എന്തൊക്കെ ഐറ്റംസ് വെക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷെ നിങ്ങൾ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ലൈവിൽ വന്ന് ഒരുപാട് പേര് കുറെ ഐറ്റംസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഗ്, വാച്ച്, ഇയറിംഗ്സ്, ചെയിൻ, ലിപ്സ്റ്റിക്, ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് വച്ച ഐറ്റംസ് ആണ് കൂടുതലും. ഇതിൽ ഒന്നും പോലും എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ വച്ചിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രോഡക്ട്സ് തരാമോ എന്നുള്ളത്. അതെന്തായാലും നമ്മുടെ ചാനലിൽ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഉള്ളു. അപ്പൊ ഒരു ഗീവ് അവേയില് ഒരു സെറ്റ് ഐറ്റംസ് കൊടുക്കാം, വേറൊരു ഗീവ് അവേയില് വേറെ സെറ്റ് ഐറ്റംസ്. അതായത് നെക്സ്റ്റ് ഗീവ് അവേയില് മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും ഇൻക്ലൂഡ് ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഗീവ് അവേ അല്ലേ, കുറച്ച് ഇത് കാണും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഇനി ഗീവ് അവേയുടെ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഗീവ് അവേ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ റൂൾസും ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത് പറയാനായിട്ട് പോണേ. ഫസ്റ്റത്തെ റൂൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ചെയ്തിട്ടുണ്ടായിരിക്കണം. ചെയ്തവരാണെങ്കിൽ ചെയ്തു വെച്ചോ, ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തോ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്റെ ഈ ഒരു ലോങ് വീഡിയോയില് കമന്റ് ഇടാം. അതിപ്പോ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ അതും ഇടാം. ഈ നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഗീവ് അവേ കിട്ടാണ്ടൊന്നും ഇരിക്കൂല. പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ സജഷൻസ് പറയാനുണ്ടാവുമല്ലോ, അതൊക്കെ പറയാം. ഈവൻ ഞാനത് നെഗറ്റീവായിട്ട് എടുക്കും അങ്ങനെ ഒന്നുമില്ല. ഞാൻ അത് സജഷൻസ് ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കുകയും വേണ്ട. ഓക്കെ, ഒരു കമന്റ് ഇടുക. അപ്പോ നമ്മള് യൂഷ്വലി കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ടാണ് ഗീവ് അവേ വിന്നേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്ന് പിക്ക് ചെയ്യുന്ന ഒരാൾക്കാർക്കും ഈ ഒരു ഗീവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് തരാം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എന്റെ വീഡിയോയില് കമന്റ് ഇടാം. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോങ് വീഡിയോ പോയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യും. അതിലല്ല നിങ്ങൾ കമന്റ് ഇടാണ്ട്, ശരിക്കും ഈ ഒരു ലോങ് വീഡിയോയിലാണ് നിങ്ങൾ കമന്റ് ഇടാനുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ റൂൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ലോങ് വീഡിയോ നിങ്ങളുടെ 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയകൾ, സിമ്പിൾ ആയിട്ടുള്ള 3 ക്രൈറ്റീരിയ ഉള്ളൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമന്റ് ഇടുക, അതുപോലെ നിങ്ങളുടെ 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇന്ന് ഫെബ്രുവരി 15 ആണ്. അപ്പോ മാർച്ച് 1 നമ്മുടെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ ഇത്രയും ഒരു ഗ്യാപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഒരു ലോങ് ഗ്യാപ്പ് ഇടുന്നത്. അപ്പോ മാർച്ച് 1 രാത്രി 8 മണിക്കായിരിക്കും നമ്മുടെ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമയം ഉണ്ടാകുന്നതാണ്. അപ്പൊ എല്ലാരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.